പ്രണാമം. നമ്മൾ ഒരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം തന്നെയാണോ പുറത്തേക്ക് വരുന്നത്? നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക സ്വഭാവ സവിശേഷതകളുണ്ട്. ഈ യഥാർത്ഥത്തിലുള്ള ഈ സ്വഭാവ സവിശേഷത ആ വ്യക്തിയുടെ തന്നെയാണോ, അതോ ആ വ്യക്തിക്ക് ഓരോ ദിവസങ്ങളായിട്ടും ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആർജിതമായതാണോ? ചിലവർ വളരെ വളരെ ഭംഗിയായി മറ്റുള്ളവരോട് പെരുമാറുന്നത് കാണാൻ കഴിയും. എങ്ങനെയാണ് ഭംഗിയായി പെരുമാറാൻ കഴിയുന്നത്? അവരെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്? അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കും ആകർഷണീയമായ വ്യക്തിത്വത്തിലേക്ക് പോകാൻ കഴിയും, നല്ല സ്വഭാവത്തിലേക്ക് മാറാൻ കഴിയും. നമ്മുടേതായ യഥാർത്ഥ വ്യക്തിത്വം എവിടെ എന്ന് കണ്ടെത്താനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളതിൽ 95% പേരുടെയും വ്യക്തിത്വം യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിയുടെ സ്വഭാവം തന്നെ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒരു വ്യക്തി ജീവിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ, ആ വ്യക്തിയുടെ ചിന്തകൾ, ആ വ്യക്തികൾക്ക് പുറമേ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, മറ്റ് അനുഭവങ്ങൾ, ഇതെല്ലാം കൂടി കൂടുന്നതാണ് ആ വ്യക്തിയുടെ ഇപ്പോഴുള്ള നിലവിലെ സ്വഭാവം. അപ്പൊ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമ്മൾ അതായി വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് തെറ്റി. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിത്വത്തെ കാണാൻ കഴിയണമെങ്കിൽ ആ വ്യക്തിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടും അസ്വസ്ഥമായിട്ടും ഉണ്ടായിരിക്കുന്ന പ്രോഗ്രാമുകളെ മാറ്റേണ്ടതുണ്ട്. ഇമോഷണൽ ഡിസോർഡറുകളെ മാറ്റേണ്ടതുണ്ട്. ആ ഇമോഷണൽ ഡിസോർഡറുകളെ മാറ്റി ബാക്കിയുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസിയായ ഒരു വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് ഉള്ളത്. ആ വ്യക്തിത്വത്തിൽ നിന്നും ഓരോ ദിവസങ്ങളായി ആ വ്യക്തി ആർജിതമായി വന്നിരിക്കുന്ന അസ്വസ്ഥമായ മോശമായ അവസ്ഥകളിലേക്കും സ്വഭാവത്തിലേക്കും മാറിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതിനും നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മളെ കണ്ടെത്തുന്നതിനും ഗുണം ചെയ്യും. അപ്പൊ എങ്ങനെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മളെ കണ്ടെത്താം? അതിന് ഏറ്റവും നല്ലത് ശാന്തതയാണ്. നമ്മൾ ശാന്തമായ അവസ്ഥയിൽ മാത്രമേ നമുക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയുള്ളൂ. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും വിലയിരുത്താനായിട്ട് വെക്കുന്നുണ്ടോ? അങ്ങനെ വെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് തീർച്ചയായും നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് മാറുവാനുള്ള ഒരു പടി, ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു എന്ന് പറയാൻ കഴിയും. എപ്പോഴും ഇമോഷണൽ ഡിസോർഡേഴ്സ് ആണ് നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേകത. നമുക്ക് മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ അടിപ്പെട്ടുകൊണ്ട് പലപ്പോഴും, പ്രത്യേകിച്ച് സ്ത്രീകൾ, സ്വന്തം വ്യക്തിത്വം കളയുന്ന വ്യക്തികളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ആർട്ടിഫിഷ്യലായി പെരുമാറുക, മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുക, ഭർത്താവിന് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ മാത്രം തൻ്റെതായ വ്യക്തിത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം വരാതിരിക്കാനായിട്ട് മാത്രം ഒരു പെരുമാറ്റം കണ്ടെത്തുക, ആ ഒരു പെരുമാറ്റത്തിലൂടെ ജീവിച്ചു പോവുക. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ധാരാളം പേരെ നമുക്ക് ഈ സമൂഹത്തിൽ കണ്ടെത്താനാവും. നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മളിലേക്ക് വരണമെങ്കിൽ പലപ്പോഴും നമ്മൾ നോ എന്ന് പറയേണ്ടി വരും. നമുക്ക് പറ്റാത്ത, നമ്മളുടേതല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് സ്വീകരിക്കേണ്ടതല്ലാത്ത കാര്യങ്ങൾ എത്ര വേണ്ടപ്പെട്ടവർ പറഞ്ഞാലും നോ എന്ന് പറയാൻ പറ്റണം. ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. നോ എന്ന് പറയേണ്ടടുത്ത് തീർച്ചയായും നമുക്ക് നോ എന്ന് പറയാൻ സാധിക്കണം. അവിടെയാണ് നമ്മളുടെ വിജയമുണ്ടാകുന്നത്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിലേക്ക് മാറുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിനെ നമ്മുടെ സ്വഭാവ സവിശേഷതയിൽ കോൺഷ്യസായി നമ്മൾ നമ്മളെക്കുറിച്ച് അലേർട്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ നമ്മൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും നമ്മളിൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിയേക്കണം. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മുടെ വ്യക്തിത്വത്തെ കണ്ടെത്താനാവും. ആ വ്യക്തിത്വം മറ്റുള്ളവർക്ക് ആകർഷണീയമായിരിക്കും. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് മുന്നേറുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും മറയില്ലാതെ, മടിയില്ലാതെ ചെയ്തു പോകാനായിട്ട് കഴിയും. ഈ ഒരു മെസ്സേജ് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുവാനായുള്ള ഒരു തുടക്കമായിരിക്കണം ഇത്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ?
നിങ്ങൾക്കുള്ള സ്വകാര്യ സമയങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? പലർക്കും അതിന് പറ്റാത്ത അവസ്ഥയിലാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ പുറകെ ജീവിതം ഒരറ്റത്ത് നിന്ന് മറ്റൊറ്റ വരെ കൂട്ടിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തൻ്റെതായ സ്വകാര്യ നിമിഷങ്ങൾക്കും തനിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള തൻ്റെ മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒട്ടും പ്രവർത്തിക്കാനും നിൽക്കാനും ചെയ്യാനും ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. പലപ്പോഴും നമ്മൾ ഏതൊക്കെയോ അഡിക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ ചിലപ്പോൾ മൊബൈലിലേക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വസ്ഥത കിട്ടുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സിലേക്കായിരിക്കാം, പല പല അഡിക്ഷനിലേക്ക് പോകും. ഇതെല്ലാം നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി മറ്റൊരു കാര്യമാണ്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മളെ തിരിച്ചറിയുന്നതിന് നമ്മളെപ്പോഴും നമ്മുടേതായ ശരീരശുദ്ധി കാത്തു സൂക്ഷിക്കണം. ശരീരശുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിലപ്പെട്ട നമ്മുടെ ഇതെന്ന് പറയാനായിട്ട് നമുക്കുള്ള ഒന്നാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിന് അല്പമെങ്കിലും ക്ഷതമേൽക്കുന്ന, അല്പമെങ്കിലും ശരീരം പിന്നോട്ട് പോകുന്ന, ശരീരത്തിന് ക്ഷീണം സംഭവിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിലേക്കോ ലഹരി ഉപയോഗത്തിലേക്കോ സ്മോക്കിങ്ങിലേക്ക് ഡ്രിങ്കിങ്ങിലേക്ക് അങ്ങനെ ഏത് തരത്തിലുള്ളതോ ആവാം, അതിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ വ്യക്തിത്വവും നഷ്ടപ്പെടുകയാണ്. ഒരു പുകവലിക്കുന്ന ഒരു വ്യക്തിയുടെ ലങ്സിൽ വരുന്ന പ്രോബ്ലം ബ്രീത്തിങ്ങിനെ ബാധിക്കുന്നു. ആ ബ്രീത്തിങ് എല്ലാ സകല അവയവങ്ങളിലേക്കും ബാധിക്കുന്നു. ഇതുപോലെ തന്നെ ഓരോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലും ശരീരത്തിന് ഇതുപോലെയുള്ള ക്ഷീണങ്ങൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ തനതായ വ്യക്തിത്വത്തെ ബാധിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു നോക്കൂ. അത് സ്ഥിരമായി പറഞ്ഞു നോക്കൂ. നമ്മുടെ മുഖത്ത് നോക്കി ഏത് രൂപത്തിലിരുന്നാലും നമ്മളെ ഇഷ്ടപ്പെടുക, ഹഗ് ചെയ്യുക, നമ്മുടെ കൈകളിൽ ഉമ്മ വെക്കുക. എന്തോ ഒരു സ്നേഹത്തോടുകൂടി നമ്മളെ കാണാൻ തുടങ്ങും. നമ്മൾ എത്രത്തോളം സ്നേഹത്തോടുകൂടി അവെയറായി നമ്മളെ കാണാൻ തുടങ്ങുന്നുവോ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയും. അല്ലാതെ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുകയില്ല, ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ പ്രകൃതിയിൽ കിട്ടുന്ന എല്ലാത്തിനെയും സ്നേഹിക്കാനുള്ള ഒരു കഴിവ്, അറിവ് നമുക്കുണ്ടാവണം. അതുപോലെ തന്നെയാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും കൃതാർത്ഥതയുള്ളവരായിരിക്കണം. നമുക്ക് ഈ കാണുന്ന നമ്മുടെ ശരീരത്തിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മളോട് പെരുമാറിയിട്ടുള്ള, നമ്മളെ ജീവന തുല്യം സ്നേഹിച്ച, നമ്മളോട് നല്ല പെരുമാറ്റങ്ങൾ തന്നിട്ടുള്ള, നമ്മുടെ സ്നേഹം തന്നിട്ടുള്ള നമ്മുടെ പാരൻസ്, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ, ഇവരോരോ ഘട്ടങ്ങളിലും നമ്മളെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട്. ഈ സ്വാധീനിച്ചതുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ നന്ദി പറയണം. നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇതിനോടൊക്കെ ധാരാളം പണം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും നന്ദി ഉണ്ടാകണം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ ഓരോ നിമിഷവും ജീവിച്ചിരിക്കുന്നതിനും ഓരോ നിമിഷവും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കും നന്ദി മനസ്സിൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്നുവോ നമുക്ക് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊന്നാണ് നമ്മളെപ്പോഴും സോറി പറയാൻ പഠിക്കുക. എന്തെങ്കിലും തരത്തിൽ നമ്മളിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു മടിയും വിചാരിക്കേണ്ട, സോറി പറയുക. എന്തെങ്കിലും കാര്യങ്ങൾക്ക് മറ്റുള്ളവർ എന്തെങ്കിലും തന്നാലോ നമുക്ക് അല്പം സമയമെങ്കിലും നമുക്ക് വേണ്ടി ചെലവഴിച്ചാലോ താങ്ക്സ് പറയാനായിട്ട് മടിക്കരുത്. ഇംഗ്ലീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അവര് താങ്ക്സും സോറിയും നന്നായി യൂസ് ചെയ്യും. അത് മാത്രമല്ല, അവരുടെ ഭാഷയിൽ ഒരുപാട് മര്യാദകൾ ലാംഗ്വേജിൽ തന്നെയുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. പക്ഷെ നമുക്കത് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കാറില്ല. അതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്, വളർത്തിയെടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ നമ്മളായി മാറണം. നമുക്ക് നമ്മളായിട്ട് മാറണമെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മളെ തിരിച്ചറിയണം. ഇനിയെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മൾ നമ്മളെ അറിയണം, അനലൈസ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം.